ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കുറിച്ച് ഗായിക അഞ്ജു ജോസഫ് കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിലെ ഒരു വേദിയിൽ വെച്ച് പച്ചയായിട്ടുള്ള ഒരു യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞു. അതും മന്ത്രി വീണ ജോർജിന്റെ സാന്നിധ്യത്തിൽ. മന്ത്രിക്കെതിരെ ദുരുദ്ദേശത്തോടുകൂടി നടത്തുന്ന അക്രമം കണ്ടിട്ട് അതിൽ വിഷമം തോന്നിയാണ് അവർ പരിപാടിക്ക് മുന്നോടിയായിട്ട് മന്ത്രിയോട് ഈ മനോഹരമായ വാചകവും ഒപ്പം കേരളത്തിലെ കേശുകുഞ്ഞുങ്ങൾ ദുരുദ്ദേശത്തോടുകൂടി നടത്തുന്ന അലവലാതി തരത്തിന് അവർ പരസ്യമായി മാപ്പ് പറഞ്ഞത്. നമ്മുടെ ഇവിടുത്തെ ആരോഗ്യ വകുപ്പ് ഈസ് റിയലി ഡൂയിങ് ഗുഡ്. പറയാതിരിക്കാൻ വയ്യ. നമുക്ക് ഒന്നുമില്ലെങ്കിൽ നമുക്ക് കയറി ചെന്നാൽ നമുക്ക് ട്രീറ്റ്മെന്റ് എങ്കിലും കിട്ടും. ഇപ്പൊ നിങ്ങൾക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല, UK പോലെയുള്ള ഒരു സ്ഥലത്ത് നമ്മളൊരു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് മാസങ്ങളാണ് കാത്തിരിക്കേണ്ടത്. അവിടെ ഒരു ഫോൺ കോൾ ചെയ്യുമ്പോൾ ഐ ഡോണ്ട് നോ വാട്ട്സ് റോങ്, അവിടെ നടക്കുന്നത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എൻ്റെ ഹസ്ബൻഡിന് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ വിളിച്ചപ്പോൾ, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വിളിച്ചപ്പോൾ നമ്മളോട് പറഞ്ഞത് 3 മാസം കാത്തിരിപ്പുണ്ടെന്നാണ്. നിങ്ങൾക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ആദ്യം ചോദിച്ചു. അപ്പം നടക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ ആൾക്ക് ചെവി വേദനയായിട്ട് ഇരിക്കാനോ നിൽക്കാനോ ഒന്നും പറ്റുന്നില്ല. ജീവനുണ്ടെങ്കിൽ അടുത്ത 3 മാസം കഴിഞ്ഞിട്ട് നമുക്ക് അപ്പോയിൻമെന്റ് തരാമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഒരുപാട് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ പുറത്തേക്ക് പോകില്ല എന്നാണ് തീരുമാനിച്ചത് ഈ ഒരു കാരണം കൊണ്ട് മാത്രമാണ്. സോ വി ഷുഡ് അപ്രീഷിയേറ്റ് നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്. ഇവിടെ എന്നും നല്ലത് തന്നെയാണ്. താങ്ക് യു ഫോർ ഡൂയിങ് ദിസ് ടു ഓൾ ഓഫ് us. നേരിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു തെറ്റും ചെയ്യാത്ത ആരോഗ്യമന്ത്രി, പക്ഷേ നമുക്ക് ഒരു ഇരയെ വേണമല്ലോ. ആ ഇര എന്നുള്ള അടിസ്ഥാനത്തിലാണ് ആരോഗ്യമന്ത്രിക്കെതിരെ 2020 നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് അവർ മന്ത്രി പോലും അല്ലാത്ത കാലത്തെ വിഷയമുയർത്തി അവരെ ആക്രമിക്കാൻ മുതിർന്നത്. അതിന്റെ ഭാഗമായി അവർക്ക് കഴുത്തിൽ പരിക്കേറ്റു. കുറച്ചു ദിവസത്തെ വിശ്രമത്തിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ ഇറങ്ങിയത്. പത്തനംതിട്ട ഫെസ്റ്റുമായി ബന്ധപ്പെട്ട് അവിടെ നടന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ പോയി. അപ്പോഴാണ് ആ പരിപാടിയുടെ ഭാഗമായി ഗാനമേള അരങ്ങേറിയത്. ആ വേദിയിൽ വെച്ചിട്ടാണ് അഞ്ജു ജോസഫ് ബാക്കിയുള്ളവർ ചെയ്ത കാര്യത്തിൽ അവർ ദൃശ്യം കണ്ടപ്പോഴും കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോഴും ആരോഗ്യമന്ത്രിയുടെ ഭാഗത്ത് ന്യായമുണ്ട്, ശരിയുണ്ടെന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് നേരെ നടത്തിയ ആ ഹീനമായ അക്രമത്തിൽ പരസ്യമായിട്ട് ക്ഷമ ചോദിച്ചത്. ഇതൊക്കെയാണ് കേരളത്തിലെ ജനത്തിന്റെ മാനസികാവസ്ഥ. എന്നാൽ മറിച്ച് ചില പൊതുബോധം സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ അതല്ല റിയാലിറ്റി മറ്റു ചിലതാണ് എന്നുള്ളത് ഇതുപോലെ പരസ്യമായി ജനം കേട്ടുകൊണ്ടിരിക്കും. അഞ്ജു ജോസഫുമാരും ഈ നാട്ടിലെ പൊതുജനമാണ്. അവർക്ക് ഈ വിഷയത്തെക്കുറിച്ച് കണ്ടപ്പോൾ എന്താണ് മന്ത്രി അതിൽ ചെയ്ത തെറ്റെന്നും അവർ അതിൽ എങ്ങനെ പ്രതികരിച്ചു എന്നതും കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട്. അതിൽ തൃപ്തരാകാതെ ഇപ്പോഴും ആരോഗ്യമന്ത്രിയുടെ ചോരയ്ക്ക് വേണ്ടി തിളച്ചു മറിയുന്നവരുടെ ഉദ്ദേശം എന്താണെന്ന് നാട്ടുകാർ മനസ്സിലാക്കുന്നുണ്ട് എന്നതിന്റെ തെളിവായിരുന്നു ആ പ്രതികരണം.